തിരുവനന്തപുരം വെസ്റ്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ദേവനോ ഗ്ലാസ് അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ഞാനൊരു കോൺഗ്രസ്സുകാരനായിരുന്നു പണ്ട്. ഞാൻ എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെയധികം കേസുവിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചതാണ്. അപ്പോൾ അന്നൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ നേതാക്കന്മാരായ വി എം സുധീരൻ തുടങ്ങിയ വലിയ വലിയ ആൾക്കാർ മുഴുവനും നമ്മുടെ നാടിനെ രക്ഷിക്കും, ഒരു നല്ല സംശുദ്ധമായ ഒരു ഭരണമുണ്ടാക്കും, നമ്മുടെ നാടിനെ നന്നാക്കും, നാട്ടുകാരെ നന്നാക്കുന്ന ഒരുപാട് പ്രതീക്ഷകൾ എന്നെപ്പോലത്തെ ഒരുപാട് യുവാക്കൾക്കുണ്ടായിരുന്നു. പക്ഷേ കാലപ്രവാഹത്തിൽ കാലം മാറുന്നതോടുകൂടി തന്നെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുകയാണ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ സന്ദർശിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ജനങ്ങൾ ഒരു അനാഥകളായിട്ട് മാറിയാണ്. അവർക്ക് അവരുടെ വേദനകൾ പറയാൻ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ആരുമില്ലെന്ന്. ജനങ്ങളിപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയപ്പോൾ ജനങ്ങളുടെ കണ്ണിലിപ്പോൾ കണ്ണീരില്ല. കണ്ണീരിൻ്റെ സ്ഥാനത്ത് ഒരു അഗ്നിയാണ് കാണുന്നത്. ആ അഗ്നി നമ്മൾ ഇപ്പോഴും തന്നെ അതിന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ അഗ്നി പടർന്ന ഒരു സ്ഫോടനാത്മകമായ ഒരു സിറ്റുവേഷൻ കേരളത്തിലുണ്ടാകും. അതിനു മുമ്പ് ഇവിടെ വളരെ സമാധാനപരമായ അച്ചടക്കത്തോടുകൂടി ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ നമ്മുടെ നാടിനെയും നമ്മുടെ ഈ രാഷ്ട്രീയത്തെയും നമ്മുടെ കേരളത്തിൽ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉദ്ദേശത്തിൽ തുടങ്ങിയതാണ് കേരള പീപ്പിൾസ് പാർട്ടി. 2 വർഷങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ രൂപപ്പെട്ടത്. ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ കാണുന്ന ഇത്രയും ആൾക്കാരുണ്ടല്ലോ, ഇത് തന്നെയാണ് ഞാൻ എവിടെ ചെല്ലുമ്പോഴും ഭയങ്കരമായ ആവേശത്തോടുകൂടി സ്വീകരണമാണ്. ഇവിടെ പല പാർട്ടികളും പെട്ട ആൾക്കാരുണ്ടായിരുന്നു. മാറണം സാർ എന്ന് പറയും, ഇവർക്ക് മാറണം സാർ, ഇവിടെ നിൽക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ ശക്തിയാണ്. എത്ര ത്യാഗം സഹിച്ചാലും വാസ്തവത്തിൽ ഇപ്പോൾ എൻ്റെ ജീവിതകാലം പോരാ, ഇനി ഒരു ജന്മം കൂടി എനിക്ക് വേണമെന്നൊരു ഭയങ്കരമായ ഒരു ആവേശം എനിക്കുണ്ടായിരിക്കുകയാണ്. കാരണം ഇത് എൻ്റെ ജീവിതം കൊണ്ട് മാത്രം തീർക്കാൻ പറ്റിയ അല്ല, അത്രയും വലിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഒരു ജന്മം കൂടി തന്നാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്.